3 വയസ്സുകാരി കല്യാണിയെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നീല ജീൻസും മഞ്ഞ ടോപ്പും ഇട്ട് രാവിലെ കല്യാണി അങ്കൽവാടിയിലേക്ക് പോയി. അവൾ പറഞ്ഞു, വരുന്ന വരവിൽ മോളെ ആറ്റിലേക്ക് എടുത്തെറിഞ്ഞു. പോകുന്ന യാത്ര മരണത്തിലേക്കാണെന്ന് അവൾ അറിഞ്ഞില്ല. പുസ്തകത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? കേരളം മുഴുവൻ അതിപ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയം ഇങ്ങനെയാണ്: 3 വയസ്സുകാരി കല്യാണിയെ കുറിച്ചാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നീല ജീൻസും മഞ്ഞ ടോപ്പും ഇട്ട് രാവിലെ കല്യാണി അങ്കൽവാടിയിലേക്ക് പോയി. 3:30 അങ്കൻവാടിയിലെത്തി അമ്മ കുഞ്ഞിനെ വിളിക്കാനെത്തി. പിഞ്ചോമന മകൾ സ്വന്തം പെറ്റു വളർത്തിയ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്നു, വീട്ടിലേക്ക് വരുന്നു. സ്വന്തം വീട്ടിലേക്ക് പോകണം എന്ന നിശ്ചയദാർഢ്യത്തോടെ 3 വയസ്സുകാരി കല്യാണിയെ കൊണ്ട് അമ്മ അവിടെ നിന്ന് നടന്ന് മുന്നോട്ട് പോകുന്നു. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലെല്ലാം കൂടെ നിൽക്കേണ്ട അമ്മ വൈകിട്ട് 7 മണിയായപ്പോ വീട്ടിലെത്തി. ഈ സ്ത്രീയുടെ അമ്മ അവളോട് ചോദിച്ചു, നിന്റെ കുഞ്ഞെന്തിയെ എന്നൊരു ചോദ്യം ചോദിച്ചു. അവൾ കുഞ്ഞിനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു. ഭർത്താവ് ഉപദ്രവിച്ചെന്ന് പറഞ്ഞു, ഭർത്താവ് എന്നെ തൊഴിച്ചെന്ന് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കൃത്യമായി ഇടപെടൽ നടത്താൻ കരുത്തുള്ള അമ്മ സൂര്യയുടെ വാക്കുകൾ കൃത്യമല്ലാത്തത് കൊണ്ട് കല്യാണി എവിടെയെന്നറിയാതെ ആ സമയങ്ങളിലൊക്കെ ഇരുട്ടിൽ തപ്പുക. അമ്മയ്ക്ക് മനസ്സിലായി കല്യാണിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അമ്മ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. പോലീസുകാർ ഈ പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞു, വരുന്ന വരവിൽ മോളെ ആറ്റിലേക്ക് എടുത്തെറിഞ്ഞു. നീല ജീൻസും മഞ്ഞ ടോപ്പുമിട്ട് സ്വന്തം പെറ്റ തള്ളയുടെ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന യാത്ര മരണത്തിലേക്കാണെന്ന് അവൾ അറിഞ്ഞില്ല. പുസ്തകത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. ഒരു വേദപുസ്തകത്തിന്റെ റിലവന്റ് ഇവിടെയാണ്. പുസ്തകം പറയുന്നു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയില്ല. കല്യാണി എന്ന് പറയുന്ന 3 വയസ്സുകാരി മരണത്തിലേക്ക് നയിക്കപ്പെട്ടു. പോലീസുകാർ പാലത്തിന്റെ സൈഡ് മുഴുവൻ തിരഞ്ഞു. രാത്രി 12 മണിയായി. സ്കൂബ ടീമിന്റെ സഹായത്തിന് വേണ്ടി അവർ അപേക്ഷിച്ചു. അങ്ങനെ സ്കൂബ ടീം അവിടെ എത്തി. നമ്മുടെ സ്കൂബ ടീമിന് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് UK ടീമുണ്ട്. ആ ടീമിനെ നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ വെളുപ്പിനെ 2:20 കല്യാണിയുടെ ചേതനയറ്റ ശരീരം സ്ക്യൂബ ടീം മുങ്ങിയെടുക്കുന്നു. അതുവരെ മാധ്യമങ്ങളെല്ലാം അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ പെൺകുട്ടിയുടെ സൂര്യയുടെ പെറ്റ തള്ള എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, മരുമകന്റെ കുഴപ്പമല്ല, എൻ്റെ മോടെ കുഴപ്പമാണ്. അതുവരെ മാധ്യമങ്ങൾ മുഴുവൻ കുറ്റപ്പെടുത്തിയത് ആ ചെറുപ്പക്കാരനെയാണ്. നിങ്ങൾ കേൾക്കണം കുടുംബത്തിൻ്റെ ദുർവിധികൾ. നിങ്ങൾക്കറിയാമോ,
ഞാൻ ആ പെൺകുട്ടിയോട് കേരള മനസാക്ഷിയുടെ ഒരുമിച്ചൊരു ചോദ്യം ചോദിക്കുക. നിനക്ക് വളർത്താൻ പ്രയാസമാണെങ്കിൽ നീ മറ്റൊരാളെ ഏൽപ്പിക്കുക, അല്ലെ ഞങ്ങളെ ഏൽപ്പിക്കുക, ഞങ്ങൾ വളർത്തും ആ പെൺകുഞ്ഞിനെ. ഇങ്ങനെ തൻ്റെ ഇടത്തോടെ പറയാൻ ഒരു മനുഷ്യനും ഇന്ന് ഇവിടെ എഴുന്നേറ്റ് വരുന്നില്ല. അങ്ങനെ പറയുന്നവരെ ആക്രമിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഈ മണ്ണിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പെറ്റമ്മേ, നിന്നോട് രണ്ട് കൈയും കൂപ്പി പറയുക, നിന്റെ കുഞ്ഞിനെ കൊല്ലരുത്. നീ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലരുത്. ഇതെല്ലാം കഴിയുമ്പോൾ ഏറ്റവും അവസാനം പറയും എന്താണെന്നറിയാമോ? അവൾക്ക് മനോരോഗമായിരുന്നു. പക്ഷെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പം പുതിയൊരു വിധിന്യായം പറഞ്ഞിട്ടുണ്ട്. എന്ത് മനോരോഗമാണെങ്കിലും പ്രതിക്ക് ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കത്തില്ല, കൊടുക്കരുത്. അങ്ങനല്ലേ? കൊടുക്കരുത്. കേട്ടെ, എന്തും പറഞ്ഞ് ഏറ്റവും അവസാനം പറയും അവന് മനോരോഗമാണെന്ന്. നിനക്ക് ഈ കൊച്ചിനെ എടുത്ത് ആറ്റിയിടുമ്പോ മനോരോഗം ഇല്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നോ? എടാ, എങ്ങനെ തോന്നും? നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ആറ്റിലേക്ക് എടുത്തിടാൻ എങ്ങനെ തോന്നും? ഒരു പെറ്റ തള്ളയ്ക്ക് പറ്റുമോ? പറ്റുകയല്ല കൂട്ടരെ. ഒരു കാര്യം നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പറയാ, ഇത് അന്ത്യകാലമാണ്. ഇത് അന്ത്യകാലമാണ്. യേശുവിന്റെ വരവ് അടുത്തുപോയ കാലമാണ്. ഇത് പ്രാർത്ഥിക്കേണ്ട കാലമാണ്. സ്നേഹം നഷ്ടപ്പെട്ട കാലമാണ്. പരസ്പരം സ്നേഹമില്ലാത്ത കാലമാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതൊരു വല്ലാത്ത കാലം. ഈ രാവിലെ ഞാൻ ആ വാർത്ത കേട്ട് വല്ലാണ്ട് എൻ്റെ മനസ്സിൽ ഞെട്ടിപ്പോയി. ഞാൻ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ ഒക്കെ പരതുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ ഞാൻ ഈ വാർത്തയുടെ പിൻപില്ല. ഈ കുഞ്ഞിനെ കല്യാണിയെ കിട്ടുമോ, എന്താകുമെന്നൊരു ചിന്തയിലാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് മുതൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഒരു കാര്യങ്ങളോട് നിങ്ങളോട് ഞാൻ പറയാ, പിശാച് ഉഗ്ര ശക്തിയോടെ പ്രവർത്തിക്കുക. പക്ഷെ തടുക്കുന്ന പരിശുദ്ധാത്മാവ് വഴിയിൽ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് തടുക്കുന്നവൻ വഴിയിൽ നിന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ആദരമൊന്ന് തുറന്നിന്ന് രാവിലെ വിളിച്ചോ. ഈ രാവിലെ ചില കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവർത്തികൾ വ്യാപരിക്കുന്നതിന്, ദൈവത്തിന്റെ ശക്തികൾ ഇറങ്ങി വരുന്നതിന് ഈ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.